പ്രവാചകന്റെ ജഡം ഇല്ലേ, ജഡം മറ്റ് സാധാരണ ശരീരം പോലെ ജീർണിക്കുകയോ മണ്ണ് തിന്നുകയോ, പ്രവാചകന്റെ ജഡം ഇല്ലേ, ജഡം മറ്റ് സാധാരണ ശരീരം പോലെ ജീർണിക്കുകയോ മണ്ണ് തിന്നുകയോ, പ്രവാചകന്റെ ജഡം ഇല്ലേ, ജഡം മറ്റ് സാധാരണ ശരീരം പോലെ ജീർണിക്കുകയോ മണ്ണ് തിന്നുകയോ, പ്രവാചകന്റെ ജഡം ഇല്ലേ, ജഡം മറ്റ് സാധാരണ ശരീരം പോലെ ജീർണിക്കുകയോ മണ്ണ് തിന്നുകയോ, പ്രവാചകന്റെ ജഡം ഇല്ലേ, ജഡം മറ്റ് സാധാരണ ശരീരം പോലെ ജീർണിക്കുകയോ മണ്ണ് തിന്നുകയോ ഇല്ല. എന്നാൽ അതുകൊണ്ട് മാന്തി നോക്കാൻ പാടുള്ളോ, അവിടെ അവർക്ക് തുറന്നു നോക്കാൻ പാടുള്ളോ? ഇല്ല. അതുപോലെ ഞങ്ങൾ വളരെ വ്യക്തമായ രേഖയോടുകൂടി കിട്ടിയതാണ്. കത്തിച്ചാൽ കത്തുകയില്ലെന്നത് തീർച്ച, പക്ഷേ അത് കത്തിച്ചു നോക്കാൻ പാടില്ലെന്നാണ് ഞങ്ങൾ മതത്തിൽ വിശ്വസിച്ചിട്ടുള്ളത്. കത്തിച്ചു നോക്കാൻ ഒരിക്കലും പാടില്ല. അങ്ങനെ കത്തിച്ചു നോക്കി പരിശോധിക്കണമെന്ന് ഇസ്ലാം കൽപ്പിച്ചിട്ടുമില്ല. പ്രവാചകന്റെ കാലത്തും അതിന് ശേഷവും അത് കത്തിച്ചു നോക്കിയല്ല, വിശ്വസ്തരായ ആളുകളിലൂടെ ലഭിച്ചു എന്നതാണ് അതിന്റെ രേഖ. അത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ ജഡം ഇല്ലേ, ജഡം മറ്റ് സാധാരണ ശരീരം പോലെ ജീർണിക്കുകയോ മണ്ണ് തിന്നുകയോ ഇല്ല. എന്നാൽ അതുകൊണ്ട് മാന്തി നോക്കാൻ പാടുള്ളോ, അവിടെ അവർക്ക് തുറന്നു നോക്കാൻ പാടുള്ളോ? ഇല്ല. അതുപോലെ പ്രതികരണവുമായി കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ രംഗത്ത് വരുന്നത്. മർക്കസിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുകേശം വ്യാജമാണെന്ന ഇ.കെ. വിഭാഗം സുന്നി സംഘടനകളുടെ പ്രചരണത്തിന് കാന്തപുരം കടുത്ത ഭാഷയിൽ മറുപടി പറഞ്ഞു. തന്റെ പക്കലുള്ള തിരുകേശം യഥാർത്ഥമാണെന്നതിൽ തർക്കമില്ല. തിരുകേശം കത്തിച്ചാൽ കത്തില്ലെങ്കിലും അത്തരം പരീക്ഷണങ്ങൾ ഹീനവും വിശ്വാസത്തിനെതിരാണെന്നും കാന്തപുരം വ്യക്തമാക്കി. ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ വളരെ വ്യക്തമായ രേഖയോടുകൂടി കിട്ടിയതാണ്. കത്തിച്ചാൽ കത്തുകയില്ലെന്നത് തീർച്ച, പക്ഷേ അത് കത്തിച്ചു നോക്കാൻ പാടില്ലെന്നാണ് ഞങ്ങൾ മതത്തിൽ വിശ്വസിച്ചിട്ടുള്ളത്. കത്തിച്ചു നോക്കാൻ ഒരിക്കലും പാടില്ല. അങ്ങനെ കത്തിച്ചു നോക്കി പരിശോധിക്കണമെന്ന് ഇസ്ലാം കൽപ്പിച്ചിട്ടുമില്ല. പ്രവാചകന്റെ കാലത്തും അതിന് ശേഷവും അത് കത്തിച്ചു നോക്കിയല്ല, വിശ്വസ്തരായ ആളുകളിലൂടെ ലഭിച്ചു എന്നതാണ് അതിന്റെ രേഖ. അത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് അനുഭവമാണെന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു പറയുന്നു. അദ്ദേഹം പറയുന്നു, എന്റെ വീട്ടിലുള്ള ഷഹർ മുബാറക്കിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, ഞാൻ ഈ ഷഹർ മുബാറക്ക് അതാ ചിലപ്പോൾ ഖജാനയിൽ സൂക്ഷിച്ച ഒരു അല്പം 1 or 2 ഷഹർ മുബാറക് പിന്നീട് അത് തുറക്കുമ്പോൾ അത് 3 ഉം 4 ഉമായത് ഞാൻ കണ്ടിട്ടുണ്ട്. ജവാഹിറുൽ ബിഹാറിൽ പറയുന്നുണ്ട് അങ്ങനെ സംഭവിക്കുമെന്ന്. അത് 3 ഉം 4 ഉം ആകും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ എന്നിട്ട് പരിശോധിക്കും, തീ കത്തിച്ചിട്ട് എന്റെ ഒരു മുടിയെടുത്തിട്ട് ഞാൻ തീയിലേക്ക് കാണിക്കും, അത് കരിയും. എന്നിട്ട് പിന്നെ ഈ 3 എണ്ണം ഒന്ന് വെച്ചിട്ട് കൂടുതൽ കണ്ട ഈ ഷാറു ഓരോന്നെടുത്ത് തീയിൽ കാണിക്കും, ഒരു കരിയിലും സംഭവിക്കുന്നില്ല. അപ്പോൾ അത് റസൂലുള്ളാഹിന്റെ ഒരു ഷാറിൽ നിന്നുണ്ടായ മറ്റ് ഷാറുകളാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഞാൻ എത്രയോ